കഴിഞ്ഞ 50 ദിവസത്തിനുള്ളിൽ ഭാരതം ഉൾപ്പെടെ ലോകത്തിലെ 6 പ്രമുഖ രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളിലാണ് തീപിടുത്തവും സ്ഫോടനവും ഒക്കെ നടന്നത്. ഇതിലൊരു ആഗോള പാറ്റേൺ ഉണ്ടോ? ചർച്ചാ വിഷയമാവുകയാണ് ഈ വിഷയം. വിദേശ ശക്തികളുടെ സഹായമില്ലാതെ ഇത്തരം വലിയ സുപ്രധാനമായ രാജ്യത്തിന്റെ അതീവ സുരക്ഷയുള്ള ഇത്തരം സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇങ്ങനൊരു വലിയ അപകടം സംഭവിക്കില്ല എന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ വിദഗ്ധർ. രാജസ്ഥാനിലെ പച്തരയിലുള്ള HPCL മിത്തൽ എനർജി റിഫൈനറിയിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയും ഊർജ്ജ സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമാണോ ഇതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിച്ചു വരികയാണ്. ഇതേ രീതിയിൽ തന്നെ ഇറാഖിലെ എണ്ണ കമ്പനികൾക്ക് നേരെ ഉണ്ടായ ഭീകര ആക്രമണങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിൽ ഒരു ആഗോള നെറ്റ്വർക്ക് ഉണ്ടോ എന്നാണ് NIA സംഘം പരിശോധിക്കുന്നത്. ഭാരതം റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണിപ്പോൾ. ഭാരതത്തിന്റെ ഈ സാമ്പത്തിക കുതിച്ചുചാട്ടം പല വിദേശ രാജ്യങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനിരുന്ന പച്ത്ര റിഫൈനറി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഭാരതത്തിന്റെ ഊർജ്ജ ഇറക്കുമതി ചിലവ് ഗണ്യമായി കുറയുമായിരുന്നു. ഈ മുന്നേറ്റം തടയാൻ ശത്രു രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ സൈബർ ആക്രമണം വഴിയോ അദൃശ്യ യുദ്ധം നയിക്കുകയാണോ എന്നാണ് NIA-യുടെ വിലയിരുത്തലുകൾ. രാജസ്ഥാനിലെ പച്ത്ര റിഫൈനറി നടന്ന സ്ഫോടനം അതൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് ലോകവ്യാപകമായി ഇതോടൊപ്പം എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സൂചന. കുറച്ചു നാളുകൾക്ക് മുൻപ് ഇറാഖിലെ എണ്ണ പ്ലാന്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടന്നത് എന്ന് ഏജൻസി വിലയിരുത്തുന്നു. ഏപ്രിൽ 16, അതായത് രാജസ്ഥാനിലെ അപകടത്തിന് 4 ദിവസം മുൻപ് തന്നെ ഭാരതത്തിലെ റിഫൈനറികൾക്ക് നേരെ അട്ടിമറി നീക്കം ഉണ്ടായേക്കാം എന്ന് ചില മുന്നറിയിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം തീപിടുത്തങ്ങൾ യാദൃശ്ചികമല്ല എന്നും ആഗോള എണ്ണവില വർദ്ധിപ്പിച്ച് സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും നിരീക്ഷകർ കരുതുന്നു. ഇറാഖ് രാജസ്ഥാൻ റിഫൈനറിയിൽ തീപിടുത്തം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള എർബിൽ റിഫൈനറിയിലും വളരെ ശക്തമായ സ്ഫോടനം നടന്നു. മെക്സിക്കോയിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നായ ഒൾമേക്കയിൽ നടന്ന തീപിടുത്തത്തിൽ 5 പേർ മരിച്ചിരുന്നു. പ്രവർത്തനം തുടങ്ങി അധികം താമസിക്കാതെയാണ് ഈ അപകടം. റഷ്യ തുവാപ്സെ യാറോസ്ലാവ് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിലെ പ്രധാന റിഫൈനറികൾ പലപ്പോഴും ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട്. ഇത് റഷ്യയുടെ എണ്ണ കയറ്റുമതിയെ 40% ബാധിച്ചത്. ഓസ്ട്രേലിയ വിക്ടോറിയയിലെ ഗ്രീലോങ് റിഫൈനറിയിൽ 13 മണിക്കൂർ നീണ്ടുനിന്ന വൻ തീപിടുത്തമാണ് ഉണ്ടായത്. ഇത് ആ മേഖലയിലെ ഇന്ധന വിതരണത്തെ സാരമായി ബാധിച്ചു. റൊമാനിയ ബുക്കാറസ്റ്റ് രാജസ്ഥാനിൽ തീപിടുത്തം നടന്ന അതേ ദിവസം തന്നെ ഏപ്രിൽ 20 റൊമാനിയയിലെ ഒരു താപനിലയത്തിലും സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്ക ടെക്സസിലെ വലറോപോട്ട ആർത്തർ റിഫൈനറിയിലും സമാനമായ രീതിയിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കങ്ങളെ തകർക്കാൻ NIA-യും ഇന്റലിജൻസ് ബ്യൂറോയും അതീവ ജാഗ്രതയിലാണ്. സംഭവസ്ഥലത്തെത്തിയ NIA-യുടെ ഉന്നതതല സംഘം റിഫൈനറിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും സാങ്കേതിക വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞു. സൈബർ ആക്രമണം വഴിയോ ഡ്രോണുകൾ ഉപയോഗിച്ചോ ഉള്ള അട്ടിമറി സാധ്യതകളും തള്ളിക്കളയുന്നില്ല. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെയും ഊർജ്ജ വിതരണത്തെയും തകർക്കുക എന്നത് ശത്രു രാജ്യങ്ങളുടെ ഒപ്പം ഭീകര സംഘടനകളുടെയും പ്രഖ്യാപിത ലക്ഷ്യമാണ്. റിഫൈനറിക്ക് നേരെയുള്ള നീക്കം ഇതിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്നു. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് NIA. ന്യൂസ് ഡെസ്ക് കർമ്മ.